നമസ്കാരം. ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയോ എന്നുള്ള ചോദ്യത്തിന് തീ പടർന്നു കഴിഞ്ഞു, കാട്ടുതീയാകാൻ ഇനി അധിക സമയം ബാക്കിയില്ല എന്ന് തന്നെയാണ് ഉത്തരം. പരസ്പരം പോര് വിളിച്ചുകൊണ്ട് രണ്ട് വൻ ശക്തികൾ ലോകത്തിന്റെ തലയ്ക്കു മുകളിൽ മൂർച്ചയുള്ള വാളുപോലെ തൂങ്ങിക്കിടക്കുകയാണ്. അതിൽ ഒരെണ്ണം അടർന്നു വീണാൽ മതി, അച്ചുപോകുന്നത് ലോക സമാധാനത്തിന്റെ ശിരസ് തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. രാജ്യത്തെ ആക്രമിച്ചാൽ യുഎസിന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി തിരിച്ചടിക്കുമെന്ന് അയൽ രാജ്യങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ് ബോംബ് പോലെ വീണുകഴിഞ്ഞു. ഏത് നിമിഷവും ഇനി ഒരു തുറന്ന യുദ്ധം പ്രതീക്ഷിക്കാം. ഇറാനിൽ യുഎസ് സൈനിക നടപടി ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇറാന്റെ ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അയൽ രാജ്യങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ ആക്രമണ നീക്കത്തിൽ നിന്ന് അമേരിക്കയെ തടയാൻ അയൽ രാജ്യങ്ങളുടെ ഇടപെടലാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 3428 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരെ വധിക്കുന്നത് അവസാനിക്കുകയാണ് എന്ന് തനിക്ക് വിവരം ലഭിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. സൈനിക നടപടിയിൽ നിന്ന് യുഎസിനെ പിന്തിരിപ്പിക്കാൻ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ അൽ ഉബൈദ് വ്യോമത്താവളം ഒഴിയാൻ യുഎസ് സൈനികർക്ക് നിർദ്ദേശം ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പ്രക്ഷോഭകരെ തൂക്കിലേറ്റിയാൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ കനത്ത നടപടി ഉണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ യുഎസ് സംഘർഷ ഭീതി ഉയരുന്ന സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യക്കാരോട് എത്രയും വേഗം രാജ്യം വിടാൻ ഇറാനിലെ ഇന്ത്യൻ എംബസിയും ആവശ്യപ്പെട്ടു. ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഇറാനിലുള്ളവർ പ്രതിഷേധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നും ഇന്ത്യൻ എംബസിയുമായി ബന്ധം പുലർത്തണമെന്നും നിർദ്ദേശങ്ങളിലുണ്ട്. ഇറ്റലി, സ്പെയിൻ, പോളണ്ട് എന്നീ രാജ്യങ്ങളും പൗരന്മാരോട് അടിയന്തരമായി രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു. ഇറാനെ ആക്രമിച്ചാൽ അയൽ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുമെന്ന തുറന്ന മുന്നറിയിപ്പ് നൽകിയ നിമിഷം മുതൽ തന്നെ പശ്ചിമേഷ്യ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്കാണ് നീങ്ങുന്നത്. ഇത് വെറുമൊരു ഭീഷണി വാക്കല്ല, ഏതു നിമിഷവും സംഭവിക്കാവുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ അലർച്ചയാണ്. അതിന്റെ ആഘാതങ്ങൾ എത്രത്തോളം ആഗോളതലത്തിലേക്ക് പടരുമെന്ന ചോദ്യമാണ് ഇന്ന് ലോകം നേരിടുന്നത്. ആദ്യമായി സംഭവിക്കുക സൈനിക സമവാക്യങ്ങളുടെ തകർച്ചയാണ്. ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് നിലയുറപ്പിച്ചിരിക്കുന്ന ബേസുകൾ ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ, UAE, സൗദി അറേബ്യ എല്ലാം തന്നെ അപകട രേഖയിൽ വരും. ഒരാക്രമണം ഉണ്ടായാൽ അത് ഒറ്റപ്പെട്ട പ്രത്യാഘാതമാവില്ല. പ്രതിരോധത്തിനായി അമേരിക്കൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകും. അതോടെ പശ്ചിമേഷ്യ ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായും നിയന്ത്രണം വിട്ട ഒരു ബഹുമുഖ യുദ്ധത്തിലേക്ക് തള്ളപ്പെടും. മിസൈലുകളും ഡ്രോണുകളും വ്യോമാക്രമണങ്ങളും കടൽ മാർഗത്തിലെ ഏറ്റുമുട്ടലുകളും ഒരുമിച്ച് പൊട്ടിപ്പുറപ്പെടുന്ന അവസ്ഥ, ഇതാണ് ഇനി സംഭവിക്കാവുന്ന യഥാർത്ഥ ഭീഷണി. രണ്ടാമത്തെ വലിയ പ്രത്യാഘാതം എണ്ണ വിപണിയിലായിരിക്കും. ലോകത്തിന്റെ ഊർജ നാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഈ സംഘർഷത്തിന്റെ ഹൃദയ കേന്ദ്രമാണ്. ഇറാൻ ആക്രമിക്കപ്പെടുകയും പ്രതികാരമായി യുഎസ് ബേസുകൾ ലക്ഷ്യമിടുകയും ചെയ്താൽ ഹോർമൂസ് വഴി നടക്കുന്ന എണ്ണ ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യത അത്യന്തം വലുതാണ്. ദിവസേന കോടിക്കണക്കിന് ബാരൽ എണ്ണ ലോക വിപണിയിലേക്ക് എത്തിക്കുന്ന ഈ പാതയിൽ ചെറിയൊരു തടസ്സം പോലും എണ്ണവില ആകാശത്തേക്ക് ഉയർത്തും. വികസിത രാജ്യങ്ങളും വികസന രാജ്യങ്ങളും ഒരുപോലെ സാമ്പത്തിക ഷോക്കിലാകും. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് ഇന്ധന വിലക്കയറ്റം, പണപ്പെരുപ്പം, കറൻസി സമ്മർദ്ദം എന്നിവയുമായി നേരിട്ട് അനുഭവപ്പെടും. മൂന്നാമതായി അയൽ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സ്ഥിരത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. ഇറാന്റെ മുന്നറിയിപ്പ് തന്നെ അയൽ രാജ്യങ്ങളോടുള്ളതാണ് എന്നത് യാദൃച്ഛികമല്ല. അവിടങ്ങളിലെ അമേരിക്കൻ സാന്നിധ്യം അവരെ ലക്ഷ്യസ്ഥാനങ്ങളാക്കി മാറ്റുന്നു. ഒരാക്രമണം നടന്നാൽ ആ രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ ആഭ്യന്തര സമ്മർദ്ദം മൂലം മാറി നിൽക്കുമോ എന്നത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഭരണകൂടങ്ങൾക്കെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ, ഭീകരാക്രമണങ്ങൾ, ആഭ്യന്തര അസ്ഥിരത എല്ലാം ഒരേ സമയം ഉയരാം. നാലാമത്തെ പ്രശ്നം ആഗോള നയതന്ത്ര സംവിധാനം തന്നെ തകർച്ചയുടെ വക്കിലെത്തുമെന്നുള്ളതാണ്. ഐക്യരാഷ്ട്രസഭ, സുരക്ഷാ കൗൺസിൽ, അന്താരാഷ്ട്ര നിയമങ്ങൾ ഇവയെല്ലാം യുദ്ധഭീഷണിയുടെ ശബ്ദത്തിനടിയിൽ അപ്രസക്തമാവുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അമേരിക്ക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ റഷ്യയും ചൈനയും എവിടെ നിൽക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. അവർ ഇറാനെ പരോക്ഷമായെങ്കിലും പിന്തുണച്ചാൽ അതൊരു പ്രോക്സി യുദ്ധം എന്ന നിലയിൽ നിന്ന് ലോക മഹായുദ്ധ സാദൃശ്യമുള്ള ഘട്ടത്തിലേക്ക് നീങ്ങും. നാറ്റോയുടെ ഇടപെടലും ഇസ്രായേലിന്റെ പ്രതികരണവും ചേർന്നാൽ ഈ തീ അണയ്ക്കാൻ ആരും ശേഷിയുള്ളവരാകില്ല. അഞ്ചാമതായി മാനവിക പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളതാണ്. യുദ്ധം തുടങ്ങുമ്പോൾ അതിന്റെ വില കൊടുക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഇറാനിലും അയൽ രാജ്യങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാണ്. ആശുപത്രികൾ, വൈദ്യുതി, വെള്ളം, ഭക്ഷ്യവിതരണം എല്ലാം തകർന്നടി.
കുട്ടികളും സ്ത്രീകളും വയോധികരും ഏറ്റവും വലിയ ഇരകളാവും. പശ്ചിമേഷ്യയിൽ ഒരു തലമുറ മുഴുവൻ യുദ്ധത്തിന്റെ മുറിവുകളുമായി വളരേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ആറാമതായി ഭീകരവാദത്തിന്റെ പുനർജന്മം ഉണ്ടാകുമെന്നുള്ളതാണ്. അസ്ഥിരതയും യുദ്ധവും സൃഷ്ടിക്കുന്ന ശൂന്യതയിൽ നിന്നാണ് അതിതീവ്രവാദ സംഘടനകൾ എല്ലായ്പ്പോഴും വളരുന്നതെന്നാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത്. ഇറാൻ US ഏറ്റുമുട്ടൽ നീണ്ടാൽ IS പോലുള്ള സംഘടനകൾ വീണ്ടും തലപൊക്കും. ഇത് പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങില്ല. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരെ ഭീകര ഭീഷണി വ്യാപിക്കും. ലോകം ഒരു നിർണായക വഴിത്തിരിവിലാണ്. ഇറാൻ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നിയന്ത്രണാതീതമാകും. ഇത് ശക്തി പ്രദർശനങ്ങളുടെ കളിയല്ല. കോടിക്കണക്കിന് മനുഷ്യരുടെ ഭാവിയാണ് പണയത്തിലാകാൻ പോകുന്നത്. യുദ്ധം ആരംഭിച്ചാൽ വിജയം എന്ന വാക്ക് അർത്ഥശൂന്യമാകും. കാരണം പരാജയപ്പെടുന്നത് മനുഷ്യരാശിയാണ്. ഇന്ന് വേണ്ടത് ഭീഷണികളും ആയുധങ്ങളുമല്ല, വിവേകവും നയതന്ത്രവും മാത്രമാണ്. അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ഉയരുന്ന ഈ തീ ലോകത്തെ മുഴുവൻ ചുട്ടരിക്കും, ആർക്കും രക്ഷയില്ലാത്ത വിധം.